കേരളം മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സമീപകാലത്തുണ്ടായ പ്രകൃതി ദുരന്തം, വയനാട് ഒരു ദിവസം കനത്ത മഴയെ തുടർന്ന്, മണ്ണൊലിപ്പിനെ തുടർന്ന് മരങ്ങളും മണ്ണും എല്ലാം കടപുഴക്കെറിഞ്ഞ അങ്ങേയറ്റം ക്രൂരമായ പ്രകൃതി ദുരന്തം. ഈ ദുരന്തമുണ്ടായപ്പോൾ 288 ആളുകൾ മണ്ണിനടിയിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടു. അതിൽ പലരുടെ അവശിഷ്ടങ്ങൾ പോലും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. 1000-ലധികം കുടുംബങ്ങൾ സർവസ്വവും നഷ്ടപ്പെട്ടു, ഭൂമിയും എല്ലാം നഷ്ടപ്പെട്ടു. ഇവരുടെ പുനരധിവാസത്തിന് നാടാകെ ഒന്ന് ചണിനിരന്നപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ സഹായിക്കാൻ സൈന്യത്തെ അയച്ചു. ഈ അപകടത്തിൽപ്പെട്ട് നിൽക്കുന്ന ആളുകളെ എയർലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഹെലികോപ്റ്റർ അനുവദിച്ചു. പിന്നീട് എന്താ സംഭവിച്ചത്? ഇതിന്റെ ചെലവ് കേന്ദ്രം കേരളത്തോട് ആവശ്യപ്പെട്ടു. ഇതിനുവേണ്ടി ചെലവഴിച്ച സംഖ്യയെല്ലാം കേരളം കേന്ദ്രത്തിന് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. കേന്ദ്രം ഒരു സഹായവും ചെയ്യാൻ തയ്യാറായില്ല. ഈ നിലപാട് കേന്ദ്ര ഗവൺമെന്റ് എടുക്കുമ്പോൾ കേരളത്തിലെ ഗവൺമെന്റിന്റെ ബജറ്റിൽ, ഈ കേന്ദ്ര ബജറ്റിന് ശേഷം വന്ന കേരള ബജറ്റിൽ 750 കോടി രൂപ കേരള ബജറ്റിൽ ഈ പുനരധിവാസത്തിന് വേണ്ടി ചെലവഴിക്കാൻ തീരുമാനിച്ചു. കേരളത്തിന്റെ ഒരു സമീപനം, കേന്ദ്രത്തിന്റെ ഒരു സമീപനം, ഇത് ജനങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അവിടെ പുനരധിവാസത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉടനെ ആരംഭിച്ച് പൂർത്തീകരിക്കുകയാണ്. കേന്ദ്രം ഒരു പൈസ പോലും തന്നിട്ടില്ലെങ്കിലും ജനങ്ങളോടുള്ള ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് കേരളം പുറകോട്ട് പോകാൻ തയ്യാറായില്ല. കേന്ദ്ര ബജറ്റ് വരുമ്പോഴും പ്രതീക്ഷിച്ചു കേന്ദ്രത്തിന്റെ എന്തെങ്കിലും സഹായമുണ്ടാകുമെന്നുള്ളത്. കേന്ദ്രം 500-ൽ പരം കോടി രൂപ കേരളത്തിന് സാമ്പത്തിക സഹായം അനുവദിക്കാൻ തീരുമാനിച്ചു, കടമായിട്ട്. അങ്ങനെ കടം കൊടുക്കണമെങ്കിൽ തന്നെ മാർച്ച് 31-ാം തീയതിക്ക് മുമ്പ് ജോലി തീർക്കുമെന്നുള്ള ഉറപ്പ് കൊടുക്കണം. എങ്ങനെ സാധ്യമാകും? ഇതിന്റെ പ്രായോഗിക പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് മുമ്പാകെ അവതരിപ്പിച്ചു, കേരളം അവതരിപ്പിച്ചു. കേന്ദ്രത്തിന്റെ അവസാന നിലപാട് എന്തെന്നുള്ളത് വ്യക്തമായിട്ടില്ല. ഇതാണ് കേന്ദ്രത്തിന്റെ സമീപനം. ഇവിടെയാണ് കേരളത്തോട് ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിനെ സമീപിച്ച് കേരളത്തിന് അർഹതമായ കാര്യങ്ങൾ കിട്ടുന്നതിൽ, ഈ അനുഭവത്തിൽ നിന്ന് കേരളം പുറകോട്ടില്ല. കേരളം വീണ്ടും ആവശ്യപ്പെടുകയാണ്. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ഗവർണറും ഒന്നിച്ച് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയെ സമീപിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ആവശ്യങ്ങൾ അവരുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവർ പറയുന്നത് സഹായിക്കുമെന്നാണ്. ഏത് തരത്തിൽ സഹായം ലഭിച്ചു കഴിഞ്ഞാലും സഹായം സ്വീകരിക്കാൻ കേരളം സന്നദ്ധമാണ്. സഹായത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന് അർഹതപ്പെട്ട കാര്യങ്ങൾ നൽകുന്നില്ല. ഒരു ഘട്ടത്തിൽ നിയമപരമായി കേരളത്തിന് ലഭിക്കേണ്ടുന്ന 57,400 കോടി രൂപ കേരളത്തിന് നൽകാതെ വന്ന സന്ദർഭത്തിലാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പോയി സമരം ചെയ്യേണ്ടി വന്നത്. എല്ലാ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കേന്ദ്രം പരിഗണിക്കാൻ തയ്യാറാവുന്നില്ല. ശത്രുതാപരമായ നിലപാട് കേന്ദ്രം തുടരുക തന്നെയാണുള്ളത്. ഈ നിലപാടിൽ മാറ്റം വരുത്തണമെന്ന് കേരളമാകെ ആവശ്യപ്പെടുന്ന സമരമാണ് ഇന്ന് രാജ്ഭവന്റെ മുമ്പിലും കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളുടെ കേന്ദ്രങ്ങളിലും ഇന്ന് നടക്കുന്നത്. കേന്ദ്രം അവരുടെ നിലപാട് പുനഃപരിശോധിച്ച് കേരളത്തിന് സഹായകരമായ നിലപാട് സ്വീകരിക്കണം. കേരളത്തിലെ ജനങ്ങളെ കേന്ദ്ര നയത്തിനെതിരായി അണിനിരത്തുന്ന പോരാട്ടങ്ങളുടെ തുടർച്ചയാണ് ഇന്ന് കേരളത്തിൽ അസംബ്ലി മണ്ഡലാടിസ്ഥാനത്തുള്ള ഈ സമരങ്ങൾ. കേന്ദ്ര ഗവൺമെന്റ് നിലപാടിൽ നിന്ന് കേന്ദ്രം മാറ്റം വരുത്തണം. ഈ കേരളമാകെ ഒന്നിച്ചാവശ്യപ്പെടുന്ന ഈ പ്രശ്നങ്ങൾക്ക്, ഈ പോരാട്ടങ്ങൾക്ക് എല്ലാ ജനവിഭാഗങ്ങളുടെയും സഹകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ആലത്തൂർ അസംബ്ലി മണ്ഡലം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദനങ്ങൾ.